ഹലോ ഡിയർ സ്റ്റുഡൻസ്, ജസീം സാറാണ്. നമ്മുടെ പ്ലസ് ടുവിലുള്ള ചാപ്റ്റർ നമ്പർ 8 DBMS ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ അതിലുള്ള ആദ്യത്തെ 5-6 ടോപ്പിക്സോളം വളരെ സുഖമാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അഡ്വാൻറ്റേജസ് ഓഫ് DBMS, കമ്പണൻസ് ഓഫ് DBMS, ഡാറ്റാബേസിന്റെ യൂസസ്, ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ, ഡാറ്റ ഇൻഡിപെൻഡൻസ്, പിന്നെ ഒരുപാട് കുഞ്ഞു വാക്കുകൾ, എൻറ്റിറ്റി, റിലേഷൻ, ടെർമിനോളജീസ്, അതേപോലെ കീസ്, പ്രൈമറി കീ, കാൻഡിഡേറ്റ് കീ, ആൾട്ടർനേറ്റ് കീ, ഫോറിൻ കീ. ഞാൻ എന്തിനാ ഇപ്പൊ ഈ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലുള്ള ഒരു അവസാനത്തെ പാർട്ടുണ്ട്, റിലേഷണൽ ആൾജിബ്ര എന്ന് പറയും. ആ റിലേഷണൽ ആൾജിബ്രയുടെ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. എക്സ്പ്ലെയിൻ എനി 3 ഓപ്പറേഷൻസ് ഇൻ റിലേഷണൽ ആൾജിബ്ര. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ് സെലക്ട് ആണ്. സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, അതിന്റെ ഒരു പ്രോബ്ലം ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. സെലക്ട് ആണ്. ആദ്യം 6 ഓപ്പറേഷൻസ് ആണുള്ളത്. നമുക്ക് എനി 3 ആണെങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് വൺ ഈസ് സെലക്ട് ഓപ്പറേഷൻ ആണ്. സെലക്ട് എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി ഇത് എന്തിനുള്ളതാണ്? സെലക്ട് എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ സിഗ്മ എന്നാണ്. എന്താ സെലക്ട് ചെയ്യുന്നത്? യൂസ്ഡ് ടു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോ പോയിന്റ് ആക്കി ചെയ്താം. യൂസ്ഡ് ടു സെലക്ട് ആണ്. എന്ത് സെലക്ട് ചെയ്യും? റോനെ സെലക്ട് ചെയ്യും. റോസ് ബേസ്ഡ് ഓൺ കണ്ടീഷൻ ആണ്. കണ്ടീഷൻ ഉണ്ടാവും അല്ലെ? കണ്ടീഷൻ ഉള്ള സാധനത്തിന് പറയുന്ന പേരാണ് സിഗ്മ അല്ലെങ്കിൽ സെലക്ട്. അപ്പൊ ഇതിന്റെ സിന്റാക്സ് ഇങ്ങനെയാണ്: സിഗ്മ, ഒരു കണ്ടീഷൻ എഴുതാം, സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതാം, എന്നിട്ട് ഇവിടെ ബ്രാക്കറ്റിൽ ടേബിളിന്റെ പേര് എഴുതാം. ടേബിളിനെ പറയുന്ന പേരാണ് റിലേഷൻ. ഈ 3 കാര്യം എന്ത് സാധനം ചെയ്യുകയാണെങ്കിലും വേണം. ഇത് ഒരു ടേബിൾ മാത്രമുള്ള പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് എ യൂണറി ഓപ്പറേറ്റർ ആണ്. അവിടെ പൂർണ്ണമായി. യെസ്. രണ്ടാമത്തെ പാർട്ടിലേക്ക് ഇറങ്ങാം. രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് ആണ്. പ്രൊജക്റ്റിന്റെ പ്രത്യേകത എന്താ? ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതേണ്ടത് ഡിനോട്ടഡ് ആസ് പൈ എന്നുള്ള സിമ്പിളായി യൂസ് ചെയ്യാം. അടുത്ത ഇംഗ്ലീഷ് എന്താ? യൂസ്ഡ് ടു സെലക്ട് ആണ്. എന്ത് സെലക്ട് ചെയ്യാന്? കോളംസ് സെലക്ട് ചെയ്യും. കോളമാണ് സെലക്ട് ചെയ്യുക. അപ്പൊ കോളം സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ സിന്റാക്സ് ഇങ്ങനെയാണ്: ഏത് കോളമാണോ ആ കോളത്തിന്റെ പേര് എഴുതാം. പൈ കോളം നെയിം, ടേബിളിന്റെ പേര് എഴുതാം, ടേബിൾ റിലേഷൻ. അപ്പൊ ഇതും വർക്ക് ചെയ്യുന്നത് ഒരു ടേബിളിനാണ്. അതുകൊണ്ട് തന്നെ ഇതിനും എന്ത് പറയാം? ഇറ്റ് ഈസ് എ യൂണറി ഓപ്പറേറ്റർ ആണ്. യൂണറി ഓപ്പറേറ്റർ. യെസ്. കം ടു തേർഡ് വൺ എന്താ? യൂണിയൻ ആണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട് ഡിനോട്ടഡ് ആസ് യു എന്നുള്ള സിമ്പിൾ ആണ്. യു അല്ലെ? എന്തിനാ യൂസ് ചെയ്യുക? യൂസ്ഡ് ടു കമ്പൈൻ, 2 ടേബിൾ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ. കമ്പൈൻ 2 റിലേഷൻ, 2 ടേബിൾ തമ്മിൽ കമ്പൈൻ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എങ്ങനെ ആയിരിക്കും? യു ആണ്. അപ്പൊ റിലേഷൻ 1 ഏതാണോ ഫസ്റ്റ് റിലേഷൻ? റിലേഷൻ 1 യൂണിയൻ റിലേഷൻ 2. അവിടെ പൂർണ്ണമായി. റിലേഷൻ 1 യൂണിയൻ റിലേഷൻ 2 ആണ്. അപ്പൊ ഇതെന്താ? 2 ടേബിൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ബൈനറി ഓപ്പറേറ്റർ ആണ്. അത് മാത്രം പറഞ്ഞാൽ പോരാ, അടുത്ത ഒരു പോയിന്റ് കൂടി വേണം. എന്താ പോയിന്റ്? യെസ്. 2 ടേബിൾ യൂണിയൻ ചെയ്യണമെങ്കിൽ മസ്റ്റ് ബി യൂണിയൻ കോമ്പാറ്റിബിൾ ആവണം. ബോത്ത് ടേബിൾ ആർ എന്താവണടാ? യൂണിയൻ കോമ്പാറ്റ്. അപ്പൊ എന്താ യൂണിയൻ കോമ്പാറ്റിബിൾ? യൂണിയൻ കോമ്പാറ്റിബിൾ ആണ് ബോത്ത് ടേബിൾ ഹാവ് സെയിം സ്കീമ. എന്താ സ്കീമ? ടേബിളിന്റെ ഡിസൈൻ സെയിം ആവണം. അപ്പൊ ഇതാണ് യൂണിയൻ. ഇത് മതി 3. പക്ഷെ ഇതിന്റെ കണ്ടിന്യൂഷൻ പോലെ നമുക്ക് പഠിക്കേണ്ട സാധനമാണ് ഇന്റർസെക്ഷൻ. പഠിക്കാണ്ട് ഇന്റർസെക്ഷൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇന്റർസെക്ഷൻ ഉണ്ട്. ഇന്റർസെക്ഷൻ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ റാ എന്നാണ്. അപ്പൊ ഇതെന്താ? ഇത് സെലക്ട് ദ കോമൺ ടപ്പിൾസ് ആണ്. യൂസ്ഡ് ടു സെലക്ട് കോമൺ ടപ്പിൾസ് ആണ്. 2 ടേബിളിലും കോമൺ ആയിട്ടുള്ള സാധനം മാത്രമാണ് സെലക്ട് ചെയ്യുക. കോമൺ ടപ്പിൾസ് ആണ്. ഡിനോട്ടഡ് ആസ് എന്താ? മൈനസ് സിമ്പിൾ. ഇന്റർസെക്ഷൻ ആണ്. റിലേഷൻ 1 അതിന്റെ സിന്റാക്സ് എങ്ങനെയാണ്? റിലേഷൻ 1 ഇന്റർസെക്ഷൻ റിലേഷൻ 2. ഇതും 2 ടേബിൾ ഉള്ളതിനാൽ ഇതും എന്ത് തന്നെയാണ്? ബൈനറി ഓപ്പറേറ്റർ തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എന്താ? മസ്റ്റ് ബി യൂണിയൻ കോമ്പാറ്റിബിൾ ആണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, യൂണിയൻ കോമ്പാറ്റിബിൾ. മൂന്നാമത്തെ ഒരു സെക്ഷൻ. യെസ്, മറ്റൊരു സെക്ഷൻ. 4 ഓപ്പറേഷൻ ഡിസ്കസ് ചെയ്തു. 4 ഓപ്പറേഷൻ: സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, ഇന്റർസെക്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെറ്റ് ഡിഫറൻസ് ആണ്. എന്താ സെറ്റ് ഡിഫറൻസ് പറഞ്ഞാൽ? ഒരു ടേബിൾ ഉണ്ടാവും, എന്നാൽ മറ്റൊരു ടേബിൾ ഇല്ല. സെറ്റ് ഡിഫറൻസ് പറഞ്ഞാൽ ഒരു ടേബിൾ ഉണ്ട്, മറ്റൊരു ടേബിൾ ഇല്ല. ഡിനോട്ടഡ് ആസ് ആദ്യത്തെ പോയിന്റ് ആണ്. ഡിനോട്ടഡ് ആസ് മൈനസ് ആണ്.
മൈനസ് സിമ്പിൾ ആണ് യൂസ് ചെയ്യാം. എന്താ ടപ്പിൾസ് പ്രസന്റ് ഇൻ വൺ ടേബിൾ, ടപ്പിൾസ് പ്രസന്റ് ചെയ്തിരിക്കുന്നു അല്ലെ, പ്രസന്റ് ഇൻ വൺ ടേബിൾ, ഒരു ടേബിൾ ഉണ്ട്, വൺ ടേബിൾ which is not present in another table, which is not appear in another table, not appear in another table. ഒരു ടേബിൾ ഉണ്ട്, മറ്റൊരു ടേബിൾ ഇല്ല, അനദർ ടേബിൾ. അപ്പൊ ഇവിടെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്താടാ, മൈനസ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തു. സിന്റാക്സ് വരുന്നത് ഇത് ഈ രീതിയിലാണ്, റിലേഷൻ 1 മൈനസ് റിലേഷൻ 2. അവിടെ തീർന്നു. രണ്ട് ടേബിൾ ഉണ്ട്, അപ്പം ഇത് എന്ത് ഓപ്പറേറ്റർ തന്നെയാണ്, ബൈനറി ഓപ്പറേറ്റർ തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഇതും യൂണിയൻ കോമ്പാറ്റിബിൾ ആവണം. രണ്ട് ടേബിൾ തമ്മിൽ ഒരേ സ്കീം ആണെങ്കിൽ മാത്രമേ ഇത് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ തീർന്നു. മൂന്നാമത്തെ സെക്ഷൻ എന്താ, ലാസ്റ്റ് വൺ എവിടെ എത്തി, സെലക്ട് കഴിഞ്ഞു, പ്രൊജക്ട് കഴിഞ്ഞു, യൂണിയൻ കഴിഞ്ഞു, ഇന്റർസെക്ഷൻ കഴിഞ്ഞു. ലാസ്റ്റ് വൺ ഈസ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ്. എന്താ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്? എന്താ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ടേബിൾ തമ്മിൽ കമ്പൈൻ ചെയ്യുക, വരാവുന്ന എല്ലാ പോസിബിൾ കോമ്പിനേഷനും എടുക്കുന്നതാണ്. അതാണ് ഇൻഡു സിമ്പിൾ, ഡിനോട്ടഡ് ആസ് ഇൻഡു സിമ്പിൾ ആണ്. ഇറ്റ് ടേക്സ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ്, ടേക്സ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ആണ്. അപ്പൊ ഇതും രണ്ട് ടേബിൾ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേറ്റർ ആണ്. ബൈനറി ഓപ്പറേറ്റർ അവിടെ പൂർണ്ണമായി. ദെൻ സിന്റാക്സ്, സിന്റാക്സ് ഇത്രേ ഉള്ളൂ. റിലേഷൻ 1 ക്രോസ് റിലേഷൻ 2. യെസ്. അപ്പൊ ഇവിടെ ഒരു തമ്മിൽ രണ്ട് ടേബിൾ ഉണ്ട്, അപ്പം അതും ബൈനറി ഓപ്പറേറ്റർ ആണ്. മൂന്നാമത്തെ പോയിന്റ്, യൂണിയൻ കോമ്പാറ്റിബിൾ ആവേണ്ട ആവശ്യമില്ല. സെറ്റ് അല്ലേ? സോ നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ടേബിൾ തന്നിട്ടുണ്ട്, ഫുട്ബോൾ എന്നുള്ള ടേബിൾ തന്നിട്ട്, അത്ലറ്റിക്സ് എന്ന് പറഞ്ഞ ടേബിൾ തന്നിട്ട്, നമുക്കൊരു 6 എക്സാമ്പിൾ എഴുതിയാൽ മതി. എന്നാ ഫസ്റ്റ് വൺ ഫുട്ബോൾ എന്നുള്ള ടേബിൾ യൂണിയൻ അത്ലറ്റിക്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യാം? നമുക്ക് നോക്കേണ്ട കാര്യം, രണ്ട് ടേബിളും ഒരേ ഡിസൈൻ ആണോ നോക്കുക. പി കോഡ് പി നെയിം ക്ലാസ്, പി കോഡ് പി നെയിം ക്ലാസ്. മൂന്ന് ടേബിളിന്റെയും രണ്ട് ടേബിളിന്റെയും 3 കോളംസേ ഉള്ളൂ, 3 കോളംസിന്റെയും സെയിം ഡിസൈനാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യാം. എന്നാ പിടിച്ചോ, രണ്ട് ടേബിൾ ഇങ്ങനെ കമ്പൈൻ ചെയ്യാം. രണ്ട് ടേബിൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ പി കോഡ്സ് കണ്ടോ, പി കോഡ്, അടുത്തെന്താ പി നെയിം, പി കോഡ് പി നെയിം ആൻഡ് ഫൈനലി ക്ലാസ്. എല്ലാ വാല്യൂസും കമ്പൈൻ ചെയ്ത് എഴുതാം. ഞാൻ എഴുതാനുള്ള മടി കൊണ്ട് അല്ലെ. 101 101 105 107 ഫസ്റ്റ് ടേബിൾ കംപ്ലീറ്റ് ചെയ്തു. അതിലേക്ക് 103 കമ്പൈൻ ചെയ്യും, അവിടെ ഇല്ലാത്ത എലമെന്റ് ആണ്. 103 കയറും. 105 ഓൾറെഡി ഇവിടെ പ്രസന്റ് ആണ്, അപ്പൊ അത് വേണ്ട. 110 ബാക്കി വാല്യൂസ് എല്ലാം പ്ലേസ് ചെയ്യാം, ബാക്കി എല്ലാ വാല്യൂസും ഇതേപോലെ പ്ലേസ് ചെയ്യാം. തീർന്നു. രണ്ടാമത്തെ സാധനം, ഈ സെയിം സാധനം ഫുട്ബോൾ ഇന്റർസെക്ഷൻ ആണ്. ഫുട്ബോൾ ഇന്റർസെക്ഷൻ അത്ലറ്റിക്സ് ആണെങ്കിൽ രണ്ട് ടേബിളും കോമൺ സാധനങ്ങൾ, രണ്ട് ടേബിളും കോമൺ എലമെന്റ്സ് ഏതാണുള്ളത്? ഇതാ നേരെ ഇവിടെ പ്ലേസ് ചെയ്യാം. പി കോഡ് പി നെയിം അതേപോലെ ക്ലാസ്. ഈ രണ്ടിലും കോമൺ ആയിട്ടുള്ള സാധനം ഏതാ? ഈ രണ്ട് ടേബിൾ നോക്കുക. 101 ഇവിടെ ഇല്ല, 105 ഉണ്ട്. അപ്പൊ നേരെ ആ വാല്യൂസ് എഴുതാം. 105 ജോൺ ആണ്, പിന്നെ അതേപോലെ ജോൺ 11A ആണ്. അവിടെ തീർന്നു. മൂന്നാമത്തെ സാധനം ഫുട്ബോൾ മൈനസ് അത്ലറ്റിക്സ് ആണെങ്കിൽ എന്താ സംഭവിക്കാം? ഫുട്ബോൾ മൈനസ് അത്ലറ്റിക്സ് ആണെങ്കിൽ നേരെ ടേബിൾ ഒരേ സ്കീമ തന്നെയാണ് വരിക. ഒരേ സ്കീമ പി കോഡ് അതേപോലെ പി നെയിം അതേപോലെ ക്ലാസ്. എന്താ ചെയ്യേണ്ട പണി? ഇത്രേ ഉള്ളൂ. ആദ്യത്തെ ടേബിൾ ഉണ്ട്, മറ്റേ ടേബിൾ ഇല്ല. ആദ്യത്തെ ടേബിളിലുള്ള ആള് 101 ഇവിടെ ഇല്ല, അതുകൊണ്ട് 101 ഇവിടെ പ്ലേസ് ചെയ്യാം. 101 വരും. 105 ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ ഉണ്ടാവരുത്, അതാണ് കണ്ടീഷൻ. അപ്പൊ എന്താ, ഇവിടെ 105 ഇവിടെ ഓൾറെഡി പ്രസന്റ് ആണ്, അതുകൊണ്ട് 105 എഴുതാൻ പാടില്ല. അതായത് ഫസ്റ്റ് ടേബിൾ ഉണ്ട്, രണ്ടാമത്തെ ടേബിൾ ഉണ്ടാവരുത്. അപ്പൊ ഉണ്ടാവാത്ത എലമെന്റ് പിന്നെ അടുത്ത ഏതാ? 107. ഓക്കെ, റെഡി. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കാണിക്കണമെങ്കിൽ മറ്റൊരു സ്കീം അല്ല, ടേബിൾ ആവണം. നമുക്ക് ഇതിൽ സെലക്ട് കൂടി നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് ഈ ടേബിൾ ഫുട്ബോളിലുള്ള 12C കുട്ടിയുടെ ഡീറ്റെയിൽസ് വേണം. 12C കുട്ടിയുടെ ഫുട്ബോൾ എന്നുള്ള ടേബിളത്തെ 12C ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യണം. കംപ്ലീറ്റ് കുട്ടിയുടെ ഡീറ്റെയിൽസ് അല്ലെ, 12C പഠിക്കുന്ന കുട്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടണം. അന്നേരം നമ്മൾ എഴുതുന്ന സ്റ്റൈലാണ് സിഗ്മ ക്ലാസ് ഈക്വൽ ടു 12C. ടേബിളിന്റെ പേര് ഫുട്ബോൾ. ഇങ്ങനെ കൊടുത്താൽ എന്താ സംഭവിക്കുക?
12C കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് വരും. മനസ്സിലാവാനാണ്. ചിലപ്പോൾ കോഡ് തന്നിട്ട് പ്രോഗ്രാം എഴുതാൻ ചോദിക്കും. അപ്പൊ ഇവിടെ എന്താ എഴുതണ്ടേ? പി കോഡ്, പി നെയിം, അതേപോലെ ക്ലാസ്. ഇനി എന്താ വേണ്ടേ? 12C എത്ര കുട്ടിയുണ്ട്? ഒറ്റ കുട്ടിയുള്ളൂ. ആ കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ചെയ്താ 101 രാഹുൽ 12C. അയ്യോ, എനിക്ക് വേണ്ടത് കുട്ടിയുടെ കംപ്ലീറ്റ് കുട്ടികളുടെ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളുടെ ഫുൾ പേരാണ് അല്ലെ? എന്താ? നെയിം ഓഫ് സ്റ്റുഡൻസ് ആണ്. ഓൾ നെയിം ഓഫ് സ്റ്റുഡൻസ് ആണ് എനിക്ക് വേണ്ടത്. നെയിം ഓഫ് സ്റ്റുഡൻസ് ആണ് എവിടെ? ഇൻ ഫുട്ബോൾ എന്നുള്ള ടാബിലത്തെ ഫുട്ബോൾ എന്നുള്ള ടാബിൾ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുട്ടിയുടെ പേര് മാത്രമാണ്, കണ്ടീഷൻ ഒന്നുമില്ല. അപ്പൊ പൈ എന്താ വേണ്ടേ? കുട്ടിയുടെ പേര് മാത്രം, പൈ നെയിം, ടാബിളിന്റെ പേര് ഫുട്ബോൾ. ഈ സ്റ്റൈലിലാണ് നമ്മൾ പഠിക്കേണ്ടത് റിലേഷൻ ആൾജിബ്ര. അന്നേരം ആൻസർ എന്താ വരിക? പൈ എന്നുള്ള ടാബിൾ വരും. കണ്ട, കുട്ടിയുടെ പേര് മാത്രം പി നെയിം എന്ന് വരും. പി നെയിം ആദ്യം കുട്ടിയുടെ പേര് രാഹുൽ. ഈ ഫുട്ബോൾ എന്നുള്ള കളിയിലുള്ള ഈ വാല്യൂസ് മാത്രം രാഹുൽ, ജോൺ, അതേപോലെ നൗഫൽ. അയ്യോ, എനിക്ക് വേണ്ടത് നൗഫലിനെ മാത്രം പ്രിന്റ് ചെയ്താൽ മതി. നൗഫൽ എന്നുള്ള, അതായത് 107 പി കോഡുള്ള കുട്ടിയുടെ പേര് മാത്രം മതി. അപ്പൊ 107 എന്താണ്? 107 കുട്ടിയുടെ പേര് മാത്രം പ്രിന്റ് ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? 107 കണ്ടീഷൻ തന്നാൽ സിഗ്മ എന്താ സിഗ്മ കൊടുക്കണ്ടേ? സിഗ്മ പി കോഡ് ഈക്വൽ ടു 107. എവിടുന്ന്? ഫുട്ബോൾ എന്നുള്ള ടാബിളിൽ നിന്നും. ഫുട്ബോൾ. ഇതിന് മാത്രമായിട്ട് വേറെ ബ്രാക്കറ്റ് ഇടാം. ഇതിന് മാത്രം വേറെ ബ്രാക്കറ്റ് ഇട്ട് ഇതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് വേണ്ട. അതിൽ കുട്ടിയുടെ പേര് മാത്രം മതി. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു നെയിം കൊടുക്കണമെങ്കിൽ പൈ നെയിം. യെസ്, ദാറ്റ്സ് ഓൾ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒറ്റ വീഡിയോയിൽ കംപ്ലീറ്റ് 6 ഓപ്പറേഷൻസ് ഡിസ്കസ് ചെയ്തു. സെലക്ട്, പ്രൊജക്ട്, യൂണിയൻ, ഇന്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, ദെൻ എക്സാമ്പിളും. സെറ്റ് അല്ലടാ? താങ്ക് യു.